ഹായ്, ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ പൈസ മുടക്കാതെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താം, അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റോറിലേക്ക്, നിങ്ങളൊരു സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള കസ്റ്റമേഴ്സിനെ ഒരു രൂപ മുടക്കാതെ എങ്ങനെ കണ്ടെത്താം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യം ഇത്. എങ്ങനെ പണം മുടക്കാതെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പൈസ മുടക്കാതെ എങ്ങനെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താം, ജെന്യുവിൻ കസ്റ്റമേഴ്സിനെ കണ്ടെത്താം. കസ്റ്റമേഴ്സിനെ കണ്ടെത്താന്നല്ല, ശരി, ജെന്യുവിൻ കസ്റ്റമേഴ്സിനെ കണ്ടെത്താം എന്നുള്ളത്. അതിനുള്ള ഏറ്റവും നല്ലൊരു ടൂളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ടൂളിൻ്റെ പ്രത്യേകിച്ച് ഈ ടൂൾ 100% ഫ്രീ ആണ്. ഒരു രൂപ പോലും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതില്ല. ഒരു സബ്സ്ക്രിപ്ഷൻ ചാർജ് ഇല്ല, കമ്മീഷൻ ഇല്ല, ഒന്നുമില്ല. 100% ഫ്രീ ആണ്. അതേതാ ടൂൾ എന്നല്ല, GMB അഥവാ ഗൂഗിൾ മൈ ബിസിനസ്. ഈ ഒരു ടൂള് നിങ്ങളുടെ ബിസിനസ്സിൽ മസ്റ്റായി, വേറെ ഏത് പ്ലാറ്റ്ഫോം നിങ്ങൾ യൂസ് ചെയ്യില്ലാന്നുണ്ടെങ്കിലും മസ്റ്റായിട്ടും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു പ്രൊഫൈലാണ് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ എന്ത് ബിസിനസ്സും ആയിക്കോട്ടെ, നിങ്ങൾ ഹോട്ടലായിക്കോട്ടെ, സ്പാ ആയിക്കോട്ടെ, സലൂൺ ആയിക്കോട്ടെ, ബ്യൂട്ടി പാർലർ ആയിക്കോട്ടെ, എന്തോ സ്റ്റുഡിയോ, ഫോട്ടോ സ്റ്റുഡിയോ ആയിക്കോട്ടെ, എന്തോ ബിസിനസ്സും ആയിക്കോട്ടെ, നിങ്ങൾ ഗൂഗിൾ മൈ ബിസിനസ്സിൽ നിങ്ങളൊരു രജിസ്റ്റേർഡ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗൂഗിൾ മൈ ബിസിനസ്സിൽ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മൈ ബിസിനസ്സിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജെന്യുവിൻ കസ്റ്റമേഴ്സിനെ കിട്ടും. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് പറയുന്നത്, ഒരിക്കലും വെറുതെ ഒരു ബ്ലണ്ടറായിട്ട് പറയുന്നതല്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ഒരു 8 വർഷം മുന്നേ ഞാൻ നാട്ടിൽ ഒരു കമ്പ്യൂട്ടർ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൗദ്ധ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള പേരിൽ ഒരു കമ്പ്യൂട്ടർ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കമ്പ്യൂട്ടർ സർവീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ സെൽഫായിട്ട് ഫ്രീലാൻസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ആ സമയത്ത് ഞാൻ ശരിക്കും ശരിക്കും അറിയാതെ തന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ മൈ ബിസിനസ്സിൽ ലിസ്റ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനത്തെ ഒരുപാട് പ്രൊഫൈൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം പല ഹോട്ടലുകളും സ്റ്റാർ റേറ്റിംഗ്, നല്ല റിവ്യൂസ് ഒക്കെ ഇട്ടിട്ടുള്ള. അപ്പോൾ എനിക്കും എൻ്റെ ഒരു സ്ഥാപനത്തിനും അതുപോലെ ഒരു റിവ്യൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം വേണം എന്നുള്ളൊരു ആഗ്രഹപ്പുറത്ത് ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ചെയ്തതായിരുന്നു. ലിസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്തൊരു കാര്യം സിമ്പിളാണ്. കാരണം ഓരോ ലാപ്പ് നന്നായി കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ സർവീസ് കഴിയുമ്പോൾ ആ കസ്റ്റമർ കൊണ്ടൊരു റിവ്യൂ, നല്ലൊരു റിവ്യൂ അതിലിടിച്ചു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം എനിക്ക് നല്ല രീതിയിൽ എൻക്വയറീസ് ജനറേറ്റ് എന്നുള്ളതാണ്. കാരണം പലരും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ഏറ്റവും നല്ല സർവീസ്, ഏറ്റവും നല്ല കമ്പ്യൂട്ടർ സർവീസ് ഏതാണ്, അല്ലെങ്കിൽ ബെസ്റ്റ് കമ്പ്യൂട്ടർ സർവീസ് നിയർ മീ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സർവീസ് നിയർ മീ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളെ സ്ഥാപനമാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ സ്ഥാപനത്തിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നല്ല സർവീസാണെന്ന് പറഞ്ഞിട്ട് റിവ്യൂ ചെയ്തിരിക്കുന്നതെന്നാണ്. അപ്പോൾ അതാണ് ശരിക്കും ആ റിവ്യൂവിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കാരണം നിങ്ങളിപ്പോൾ ഒരു സ്റ്റോർ, നിങ്ങളൊരു ലോക്കൽ ഒരു ഏരിയയിൽ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒരു സ്പാ അല്ലെങ്കിൽ ഒരു സലൂൺ, ഒരു റെസ്റ്റോറൻറ്റ്, കഫേ, നിങ്ങളുടെ ബിസിനസ്സുകൾ ചെയ്യാന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ടും നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം തന്നെ ഗൂഗിൾ മൈ ബിസിനസ് ക്രിയേറ്റ് ചെയ്യുക. വെറുതെ ചുമ്മാ ക്രിയേറ്റ് ചെയ്തിട്ടാൽ മാത്രം പോരാ, അതിൽ കൃത്യമായിട്ട് നിങ്ങൾ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ വരുന്ന കസ്റ്റമേഴ്സിനെ കൊണ്ട് റിവ്യൂസ് ചെയ്യുക. ഈ റിവ്യൂസിന് വളരെ വലിയൊരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. കാരണം നല്ല രീതിയിലുള്ള റിവ്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബെസ്റ്റ് സ്പാ ഇൻ കണ്ണൂർ, ഐ പേഴ്സണലി റെക്കമെൻഡ്, അല്ലെങ്കിൽ ബെസ്റ്റ് സലൂൺ ഇൻ എറണാകുളം അല്ലെങ്കിൽ കളമശ്ശേരി, ഐ പേഴ്സണലി റെക്കമെൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ റിവ്യൂസ് ഇടുന്ന സമയത്ത് 4 സ്റ്റാർ 5 സ്റ്റാർ റിവ്യൂസ് ഇടുന്ന സമയത്ത് ഒരു നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞിട്ടൊക്കെ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ സെർച്ച് ചെയ്യാം, ബെസ്റ്റ് സലൂൺ നിയർ മീ അല്ലെങ്കിൽ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് നിയർ മീ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ റിവ്യൂസ് എന്ത് ചെയ്യും, അവിടെ ട്രിഗർ ആവും. ഈ റിവ്യൂസിലെ കീവേഡ്സ് അവിടെ ട്രിഗർ ആവുകയും നിങ്ങളെ പ്രൊഫൈൽസ് പതിയെ ടോപ്പിലേക്ക് കയറി വരികയും ചെയ്യും എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് 1 രൂപ മുടക്കാതെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ പറ്റും. കാരണം ഈ റിവ്യൂസിനെ ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് തന്നെ അറിയാം, നമ്മൾ പോലും ഇപ്പോൾ ഓൺലൈനൊക്കെ പ്രൊഡക്റ്റുകൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താ നോക്കുക, പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷനേക്കാളും ഫസ്റ്റ് നോക്കുന്ന പലരും റിവ്യൂസാണ്. ഈ പ്രൊഡക്റ്റിന് ആൾക്കാർ എത്രത്തോളം നല്ല റിവ്യൂസ് പറഞ്ഞിട്ടുണ്ട്, എത്രത്തോളം നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഈവൻ ഒരു ഡോക്ടറെ ചൂസ് ചെയ്യുകയാണെങ്കിൽ പോലും പലരും ഇപ്പോൾ റിവ്യൂസ്, സ്ഥാപനത്തിൻ്റെ റിവ്യൂസ് നോക്കിയിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. സോ റിവ്യൂസിന് അത്രയും നമ്മളെ ഇപ്പോഴത്തെ ഈ ഒരു ഡിജിറ്റൽ വേൾഡ്, നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ടു ഡേ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഈ സാധനം സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇത് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം
പ്രത്യേകിച്ച് ഒരു ടെക്നിക്കൽ സ്കില്ലോ നോളജോ കാര്യങ്ങളോ അത്ര വലിയ IT ടെക്നിക്കൽ നോളജ് കാര്യങ്ങളൊന്നും വേണ്ട ഒരു കാര്യമല്ല ഗൂഗിൾ മൈ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത്. ഈവൻ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കും, നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. വെബ്സൈറ്റ് ക്രിയേറ്റ് ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞ നിങ്ങളൊരു 10,000 രൂപ കൊടുക്കണം, ഒന്നാമത്തെ എക്സ്പെൻസ്. രണ്ടാമത്തത്, ആ വെബ്സൈറ്റിൽ നിങ്ങൾ SEO ഒക്കെ ചെയ്തും ടോപ്പിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ, അത് ഔട്ട് ഓഫ് 5 അല്ലെങ്കിൽ ഔട്ട് ഓഫ് 10 എത്തിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു മാസം നിങ്ങൾ 10,000 15,000 മുതൽ മുകളിലേക്ക് SEO മുടക്കിയേ പറ്റും. അതും മിനിമം ആ ഒരു ഫസ്റ്റ് പേജിലേക്ക് എത്തണമെങ്കിൽ മിനിമം ഒരു 3 മുതൽ 4 5 മാസം വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് SEO ചെയ്യാൻ വേണം. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് 1 രൂപ ചെലവില്ലാതെ നിങ്ങളെ പ്രൊഫൈലിനെ നിങ്ങൾക്ക് ടോപ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് പേജിലേക്ക്, ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് 5 നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. അതിന് നിങ്ങൾക്ക് വേറെ SEO ടെക്നിക്സോ കാര്യങ്ങളോ ഒന്നും അറിയേണ്ട, സിമ്പിളായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനോട് നല്ല റിവ്യൂസ് ഇരിക്കുക. അത് ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ്സുകാരെ കൊണ്ട് പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരിയല്ലേ? നിങ്ങളെ കൊണ്ടും പറ്റും. വരുന്ന കസ്റ്റമേഴ്സിനോട് സാർക്ക് നമ്മളെ സർവീസ് ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഫുഡ് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് സാർ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് അല്ലെങ്കിൽ ഒരു സ്റ്റാർ റേറ്റിംഗ് ഇട്ടേക്കാവോ എന്ന് ചോദിക്കുക. അവരെ കൊണ്ട് റിവ്യൂ ചെയ്യുക. ജസ്റ്റ് പോയാലൊരു വാക്ക് കിട്ടിയാലൊരു റിവ്യൂ, അത്രയും ചിന്തിക്കുക. പലരും ഇത് ചോദിക്കാൻ മടിയാണ്, പലർക്കും റിവ്യൂ ചോദിക്കാൻ മടിയാണ്. പഠിക്കാതിരിക്കുക, ഓപ്പണായിട്ട് നിങ്ങൾ ചോദിക്കുക. പോയാലൊരു വാക്ക് കിട്ടിയാലൊരു റിവ്യൂ സോ അതൊരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങൾ മാക്സിമം റിവ്യൂസ് നിങ്ങൾ ബിസിനസ്സിന് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് 1 രൂപ മുടക്കാതെ കറക്റ്റ് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിത്തിൻ 3 മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾക്ക് വരുന്ന കോഴ്സിൻ്റെ എണ്ണം കൂടും, നിങ്ങൾക്ക് അതിൽ ശരിക്കും അതിൻ്റെ അനലിറ്റിക്സ് കാണാൻ പറ്റും. എത്ര പേര് നിങ്ങളെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്തു, എത്ര പേര് നിങ്ങളെ വിളിച്ചു, എത്ര പേര് നിങ്ങളെ വെബ്സൈറ്റിലേക്ക് വിസിറ്റ് ചെയ്തു, എത്ര പേര് നിങ്ങളെ ഡയറക്ഷൻ, നിങ്ങളെ ഷോപ്പ് എവിടെയാണ്, സ്ഥാപനം എവിടെയാണെന്നുള്ള ലൊക്കേഷൻ നോക്കി എന്നുള്ള അനലിറ്റിക്സ് പോലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ആ അനലിറ്റിക്സിലെ ഗ്രോത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ റിവ്യൂസ് ഇടുന്ന സമയത്ത് നിങ്ങൾ അതിൽ മാക്സിമം ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പേഴ്സണൽ, നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിലൊന്ന് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് മെൻഷൻ ചെയ്യുക. ഒന്ന് അവരെന്ത് സർവീസാണോ അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റാണോ എടുത്തത് അത് മെൻഷൻ ചെയ്യുക. അതിൻ്റെ അവരൊരു ഫീഡ്ബാക്ക് മെൻഷൻ ചെയ്യുക. എങ്ങനെയുണ്ട്, നല്ല ഫുഡാണെങ്കിൽ നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റ് ആണെന്നുള്ള രീതിയിൽ ആ ഒരു റിവ്യൂ, ആ ഒരു പോർഷൻ കവർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ സ്ഥാപനം നിൽക്കുന്ന ലൊക്കേഷൻ മെൻഷൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു റിവ്യൂവിൽ മെൻഷൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഫേക്ക് റിവ്യൂസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഫേക്ക് റിവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഗൂഗിളിൽ ഒരാൾ റിവ്യൂ, നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി ഒരാൾ റിവ്യൂ ചെയ്യുന്നത് ഗൂഗിൾ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ആ കസ്റ്റമർ നിങ്ങളെ ആ പ്രൊഫൈലുള്ള നമ്പറിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ, കോൺടാക്ട് ചെയ്തില്ല എന്ന് കാണും. അടുത്ത ഗൂഗിൾ നോക്കുക, ആ കസ്റ്റമർ നിങ്ങളെ ലൊക്കേഷനിൽ വന്നിട്ടില്ല. അപ്പം പിന്നെ എങ്ങനെയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടില്ല, നിങ്ങളെ സൈറ്റിൽ വന്നിട്ടുമില്ല. സോ അതൊരു ഫേക്ക് റിവ്യൂ ആണെന്നുള്ള രീതിയിൽ അവർ മാർക്ക് ചെയ്യും. സോ ആ രീതിയിൽ ചെയ്യരുത്. ഒന്നുകിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്ത കസ്റ്റമർ കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ലൊക്കേഷനിൽ വന്ന് നിങ്ങളുടെ സ്ഥാപനത്തിൽ വിസിറ്റ് ചെയ്ത കസ്റ്റമർ കൊണ്ടോ മാത്രം റിവ്യൂസ് ചെയ്യിക്കുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു പ്രൊഫൈലിനെ ഒപ്റ്റിമൈസ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് 0 കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ, 0 കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 100% 0 കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നല്ല രീതി, അതും ക്വാളിറ്റി ലീഡ്സ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കൺവേർഷന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്തൊക്കെ കൊണ്ടുവരണം. കാരണം നമ്മളെക്കുറിച്ച് അധികം അറിയാത്ത ഒരാളെയാണ് നമ്മൾ പരസ്യം കാണിച്ച് നമ്മളെ ഇങ്ങോട്ട് വലിച്ചിടാൻ നോക്കുന്നത്. ഒരാളെ വലിച്ച് നമ്മളെ ഷോപ്പിലേക്ക് കയറ്റാൻ നോക്കുന്നതും ഒരാൾ തന്നെ കയറി വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഈ ഗൂഗിൾ മൈ ബിസിനസിൻ്റെ ഒരു കേസിൽ വരുന്ന സമയത്ത് നമ്മളെ പ്രൊഫൈല് കണ്ടു, അതിലുള്ള പ്രൊഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ കണ്ടു, അതിലുള്ള റിവ്യൂസ് കണ്ടു. അപ്പം ആ റിവ്യൂസ് കണ്ട് ആ റിവ്യൂസ് ഓക്കെ, നല്ല റിവ്യൂസ് ഉണ്ട്, നല്ല പ്രൊഡക്റ്റാണ്, നല്ല സർവീസാണെന്നുള്ളതിൽ അവർ നമ്മളെ ഇഷ്ടപ്പെട്ടിരുന്നത്, അവർ സ്വമനസ്സാ ഇഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ലീഡ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ മാക്സിമം ബിസിനസ് ചെയ്യുന്ന നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഇതുവരെ ഗൂഗിൾ മൈ ബിസിനസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഗൂഗിൾ മൈ ബിസിനസ്സിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ഇൻ കേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അതിൽ റിവ്യൂസും അതുപോലെ ഫോട്ടോസും ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് അതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.